അവിടെ പറയുകയാണ്, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, 16-ാമത്തെ വാക്യം 2-ാം ഭാഗം, താഴത്തെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. അതിന്റെ വശത്ത് വെക്കണം. അടുത്ത താഴത്തെയും രണ്ടാമത്തെയും, താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. താഴെത്തട്ട്, നടുത്തട്ട്, മുകൾ തട്ട്. യു ഹാവ് ടു മേക്ക് ഡെക്സ്. അപ്പർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, ലോവർ ഡെക്ക് വേണം. പെട്ടകം വരികയാണ്. പെട്ടകത്തിന് 3 ഡെക്ക് വേണം. ലോവർ ഡെക്ക് വേണം, മിഡിൽ ഡെക്ക് വേണം, അപ്പർ ഡെക്ക് വേണം. ഇതെന്തിനെ കാണിക്കുകയായിരിക്കാം? പല കാര്യങ്ങളും ഇത് കാണിക്കാം. ഒന്ന് മനസ്സാണ്. മനസ്സിൽ ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, പിന്നെ ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡുണ്ട്. അതാണ് ദൈവത്തോട് ബന്ധപ്പെടുന്നത്. ഈ അന്തരാത്മാവിൻ്റെ ശൂന്യത എന്ന് പറയുന്ന ഒന്ന് എല്ലാ മനുഷ്യരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ അന്തരാത്മാവിൻ്റെ അസ്വസ്ഥത മാറ്റാൻ സിനിമകൾ കണ്ടു, തീർത്ഥാടന കേന്ദ്രങ്ങൾ സഞ്ചരിച്ചു, ഒത്തിരി തീർത്ഥയാത്രകളൊക്കെ പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശൂന്യത മാറ്റാൻ ദൈവം അവർ ഡിസ്റ്റർബ്ഡാണ്. അസ്വസ്ഥകൾ മാറ്റാൻ ധാരാളം വായിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, പക്ഷെ മാറ്റിയില്ല. യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ അന്തരാത്മാവിൻ്റെ ശൂന്യത മാറി, എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഉണ്ട്. അതിനെ നമ്മളിന്ന് ഗൗരവമായി കാണാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് സൂപ്പർ കോൺഷ്യസ് എലമെൻ്റ് ഒന്നും അല്ല. അവർക്ക് എഴുന്നേക്കണം, ഫോൺ റീചാർജ് ചെയ്യണം, കഴിക്കണം, അതിനേക്കാട്ടിലും കൂടുതൽ ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പണ്ടുള്ളവരൊക്കെ ചിന്തിക്കുമായിരുന്നു. ആ ചിന്തകൾ, സാധു സുന്ദർ സിംഗ് പോലും അങ്ങനെയാണ്. ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്, അന്തരാത്മാവിൻ്റെ ആസ്തിക്ക്. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടായി. അങ്ങനെ ക്രിസ്താനുഭവം ഉണ്ടായ എത്രയോ പേരെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് കഴിയും. ക്രിസ്താനുഭവങ്ങളുള്ള എത്രയോ പേരെ കാണാൻ കഴിയും. അപ്പോൾ നോക്കൂ, 3 തട്ടുകൾ. ഒന്ന് ബോധമനസ്സാണ്, 2 ഉപബോധ മനസ്സാണ്. അതാണ് അടിത്തട്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസും വൂൺസും ഒക്കെ കിടക്കുന്നത് ഉപബോധ മനസ്സിലാണ്. പിന്നെന്ത് വേണം? സൂപ്പർ കോൺഷ്യസ്, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു തലം. ഇനി മറ്റൊരു തലത്തിൽ അതിനെ ചിന്തിക്കാം. വേർപാടായിട്ട് ഈ ലോവർ തട്ടിലായിരിക്കാം മൃഗങ്ങളൊക്കെ ഉള്ളത്, മിഡിൽ ഡെക്കിലായിരിക്കാം അവരുടെ ജീവിതം. പക്ഷേ ലോവർ ഡെക്കും മിഡിൽ ഡെക്കുമായിട്ട് അവർക്ക് ഒരു വേർപാട് വേണം. താഴെ എല്ലാ ടൈപ്പ് മൃഗങ്ങളും ഉണ്ട്. അതിൻ്റെ വിസർജ്യങ്ങൾ കാണാം, അതിൻ്റെ തീറ്റകൾ കാണാം, അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഒക്കെ ശരിയാ, തുറക്കാനൊക്കത്തില്ലല്ലോ പെട്ടകം. ഓർത്തോണം, എന്ത് വേണം? സപ്രേഷൻ വേണം. എല്ലാവരും പറഞ്ഞേ, എന്ത് വേണം? നമ്മൾ ലോകത്തിനാണെങ്കിലും നമുക്ക് സപ്രേഷൻ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. കരമടിച്ച് സ്തുതിച്ച്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. സപ്രേഷൻ മസ്റ്റാണ്. സപ്രേഷൻ മസ്റ്റാണ്. സപ്രേഷനെ കുറിച്ച് വേണ്ടാന്ന് പറഞ്ഞ പലരും ഇന്ന് ശുശ്രൂഷയിലില്ല എന്നുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. അവർ എന്നോട് വാദിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് സിനിമ കാണാൻ പോകും, നിങ്ങൾക്ക് അതൊന്നും തെറ്റല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും സിനിമ കാണാൻ പോയി. പക്ഷേ ഇന്ന് എന്തില്ല? ശുശ്രൂഷയില്ല. കാരണം നമുക്കെന്തോ വേണം. പറഞ്ഞേ, എന്തോ വേണം? സപ്രേഷൻ വേണം. സപ്രേഷൻ എന്ന് പറഞ്ഞാൽ സപ്രേഷനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്താണ് ഈ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്കെന്തോ വേണം? സപ്രേഷൻ. അത് ഇന്നത് വേണം, ഇന്നതാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, അകത്തൊരു സപ്രേഷൻ ഉണ്ടെങ്കിൽ പുറത്തത് വെളിപ്പെട്ടിരിക്കും. അകത്തൊരു സപ്രേഷൻ ഉണ്ടെങ്കിൽ അതെവിടെ വരും? പുറത്ത് വരും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞേ. അകത്തൊരു സപ്രേഷൻ ഉണ്ടോ അതെവിടെ വെളിപ്പെട്ടിരിക്കും? പുറത്തോടുള്ള ലോകത്തോടുള്ള അതിയായ ആഗ്രഹങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങളൊരു പക്ഷേ എളിയദാസൻ്റെ, ഞാൻ രായിച്ചാന് ഒക്കെ ഞങ്ങളൊന്നിച്ച് പൗരുഷനെ ശുശ്രൂഷിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രസംഗങ്ങൾ മിക്കവാറും എല്ലാം ലൈവ് കേട്ടിട്ടുള്ളവരൊക്കെ കാണാം. എങ്കിലും എനിക്കൊന്ന് ഞാൻ ആ പറയുന്ന കഥ ആരോ ചെറുതാക്കിയിട്ടിട്ടുണ്ട്. ആ കഥ ഒന്നുകൂടെ പറയുകയാണ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. എങ്കിലും സന്ദർഭോചിതമായിട്ട് അതൊരു നല്ല കഥയാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്തോ വേണം? വേർപാട് വേണം. പറഞ്ഞേ, എന്തോ വേണം? വേർപാട്. ലോവർ ഡെക്ക്, മിഡിൽ ഡെക്ക്, അപ്പർ ഡെക്ക്. ഞാൻ പെട്ടെന്ന് പറയാം. ലോവർ, മിഡില്, അപ്പർ അല്ലേ? ലോവർ ഡെക്കിലായിരിക്കാം മൃഗങ്ങളൊക്കെ. നീ പക്ഷേ എവിടെ ആയിരിക്കണം? അപ്പർ ഡെക്കിലായിരിക്കണം. എന്തോ വേണം? ഒറ്റ പെട്ടക. പക്ഷേ എന്തോ വേണം? സപ്രേഷൻ. 2 ഉദാഹരണങ്ങൾ സാധാരണ ഞാൻ പറയാറുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ട ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ റാന്നിയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരൻ, പുള്ളി നല്ലപോലെ വെള്ളം അടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസം കുടിക്കും, പിന്നെ ഓക്കെയാണ്. ഇപ്പോൾ ഏതായാലും ഒത്തിരി മാറ്റമായി. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി എന്നെ ഭയങ്കര സ്നേഹത്തോടെ അളിയെന്നാണ് വിളിക്കുക. അളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയൻ അത്യാവശ്യമായിട്ട് റാന്നിക്കൊന്ന് വന്നേ, ഇട്ടിപ്പാറയ്ക്ക് വരാനൊക്കത്തില്ല. അളിയ ചുമ്മാ കുഞ്ഞു കളിക്കില്ല, മനുഷ്യൻ നേരെ ഇല്ലാത്ത നേരത്തെ മെനക്കെടുത്തരുതേ. പുള്ളി അങ്ങനെ അല്ല, അളിയൻ വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ പൊന്നളിയ, ഒരു വലിയ സംഭവമുണ്ട്. എന്തോ അളിയ പറ. നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര്, ഞങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര് ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട്, കുപ്പി മേടിക്കാൻ നിൽക്കുക. അളിയൻ ഇപ്പം വന്ന് അവനെ പിടിക്കുക.
ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ വരാം, പിടിക്കാനൊന്നുമല്ല, അവൻ എന്നെ കാണണം, കണ്ടാൽ പിന്നെ ഒന്നീ ഗുണം പിടിക്കും, അല്ലെ പിന്നെ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല, ഏതെങ്കിലും ഒന്നും നടക്കുമല്ലോ. ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചോദിച്ചു അളിയൻ എവിടാ? അളിയൻ പറയാണ് ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അതാണ് അളിയൻ പറഞ്ഞത്, ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ എന്ത് ചെയ്തുണ്ട്. അപ്പോൾ അളിയൻ പറയുന്ന കാര്യമുണ്ട്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. നീ എന്ത് ചെയ്തവനാ? സ്നാനപ്പെട്ടവനാ, നീ ഒരു സഭയിൽ പോകുന്നവനാ. ഇതിൻ്റെ പേരാണ് എന്ത്? വേർപാട്. മനസ്സിലായോ? വേർപെട്ടുകൊണ്ട് എല്ലായിടത്തും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. ഒക്കുവോ? പറ. എല്ലായിടത്തും നിൽക്കാൻ ഒക്കുവോ? ഇല്ല. ഒക്കുവോ? പറ മക്കളെ, ഒക്കുവോ? ഇല്ല. എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ MA പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഞങ്ങളുടെ കമ്പനിയുടെ, ഞങ്ങളുടെ ഒരു ഗായിങ്ങിൻ്റെ ഫെയർവെൽ, എല്ലാവരും കോളേജിൽ നിന്ന് ഫെയർവെല്ല് പോവും, അതൊക്കെ ഫെയർവെൽ പാർട്ടിയൊക്കെ നടക്കുക. അപ്പം ഞങ്ങളുടെ ഒരു ഗായിങ്ങിൻ്റെ ഒരു ഫെയർവെല്ല് എവിടെ വെച്ചെന്നറിയാമോ? കോമരകത്ത് ഷാപ്പിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഞാൻ വരത്തില്ല. അല്ലടാ അളിയ നീ വരണം, നീ ഇല്ലേ എന്തോന്ന് ഫെയർവെല്ല, നീ നമ്മുടെ ചങ്കല്ലേ. സമ്മതിച്ചു. അവസാനം ഞാൻ 2 കണ്ടീഷൻ വെച്ചു. ഒന്ന്, ഷെയർ തരത്തില്ല, ദശാംശ പൈസയാണ്, അപ്പന്നെ സ്വത്രാഴ്ച കിട്ടുന്ന പേടിയാ, അതുകൊണ്ട് കള്ളിന് ഷെയർ തരത്തില്ല. അവർ പറഞ്ഞു നീ കള്ളിനും ഷെയർ തരണ്ട, കപ്പയ്ക്കും ഷെയർ തരണ്ട, പക്ഷേ നീ വരണം, 5 പൈസ തരണ്ട. ആ കണ്ടീഷൻ അംഗീകരിച്ച് പോയി. അവിടെ പോയിരുന്നു. എനിക്ക് അവർ ഒരു കപ്പയും ഒരു മീനും തന്നു. അവർ കള്ളെടുത്ത് വെച്ചു. എൻ്റെ പൊന്ന് സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ ഇനി അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് ബീനാൻറ്റി, ഞാൻ പ്രത്യേകം പറയാം, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല. കള്ള് കൊണ്ട് വെച്ചു. കള്ളെല്ലാം വെച്ച് അവർ കുടിക്കും, പാട്ടൊക്കെ പാടി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അമ്മയും ഞാനും കൂടെ ഒരു പയ്യൻ്റെ വീട്ടിൽ പോയി. അവരമ്മ പറഞ്ഞിട്ട് ആ പയ്യൻ ഇച്ചിരി ഉഴപ്പാണ്. അപ്പോൾ ആ അമ്മ പറഞ്ഞു പ്രിൻസ് മോനെ കണ്ട് പഠിക്കുക, എന്ത് നല്ല മോന, ഇങ്ങനെ വേണം, അതിനടുത്ത് നടക്കുക മോനെ, ഇവനെ വന്ന് ആരാധനയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണേ. ഞാൻ പറഞ്ഞു ഞാൻ ഞായറാഴ്ച രാവിലെ വരാടാ, നിന്നെ വിളിച്ചുകൊണ്ട് പോകാം. ശരിയെന്നെല്ലാം പറഞ്ഞതാണ്. ഞാൻ നോക്കിയപ്പം ഈ ഷാപ്പിൻ്റെ എല്ലാം മൊത്തം അടച്ചിട്ടില്ലല്ലോ, പകുതി ഇങ്ങനെ അടച്ച് തടി വെച്ചേക്കുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ 3-4 അന്നത്തെ കാലത്ത് 3-4 ബൈക്ക് വന്ന് പടപടാൻ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ റാന്നിക്കാരാ, അതിനകത്ത് ഇവനും ഉണ്ട്. ആര്? ഈ ഞായറാഴ്ച വിളിക്കേണ്ട പയ്യൻ, പ്രിൻസ് മോൻ, നല്ല മോന്. ഞാൻ കുടിച്ചോ? സത്യമായിട്ടും കുടിച്ചില്ല. ഞാൻ കുടിച്ചിട്ടില്ല, ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ദൈവകൃപയാ. ഞാനൊരു കാര്യം ചെയ്തു, എന്നെ വിറച്ചു പോയി. ഞാൻ ആ പലകയ്ക്ക് ഇടയിൽ കൂടെ നൂന്നിറങ്ങി കച്ചിത്രുവിനകത്ത് കയറിയിരുന്നു. അവൻ പോകുന്നിടം വരെ എന്തൊരു ഗതികേടാന്ന് ഓർത്തവനെ. എവിടെ പോയത് കൊണ്ടാ? നല്ല മോന് ഷാപ്പിൽ പോകാനൊക്കുവോ? ഇല്ല. കുടിച്ചില്ലെന്നുള്ളത് ആരോടാ പറയണ്ടേ? മൂന്നാമത്തെ ഒരു കഥ പറയാം, പിള്ളേർ കേൾക്കാൻ വേണ്ടിയാ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയാണ്. നല്ലൊരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് മഞ്ഞുളി അച്ഛനാണ്. ജോസഫ് അച്ഛൻ്റെ കഥ ഞാൻ എപ്പോഴും പറയണം. എനിക്കതൊന്ന് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അച്ഛൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ അച്ഛന് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം, കേൾക്കാത്തവരുണ്ട് കാണുമല്ലോ. അപ്പോൾ അച്ഛന് മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കാൻ പോയി, കുപ്പായൊക്കെ ഇട്ട്, കൊച്ചായിരിക്കുമ്പോൾ, കൊച്ചച്ഛനായിരിക്കുമ്പോൾ. അപ്പോൾ നടക്കാൻ പോയപ്പോൾ അവിടെ ഒത്തിരി ആണും പെണ്ണും ഇങ്ങനെ വന്നിരിക്കുമല്ലോ. നമുക്കൊക്കെ അറിയത്തില്ലേ, മറൈൻ ഡ്രൈവ് ഇങ്ങനെ ആണും പെണ്ണും പൈങ്കിളിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ അച്ഛനിങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറുക്കൻ അച്ചോ ഹുയ് എന്ന് വിളിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കും, ഇവനങ്ങ് തല വെട്ടിക്കും. പിന്നെയും തിരിഞ്ഞു നോക്കും, അച്ചോ ഹുയ്. അച്ഛനങ്ങ് ദേഷ്യം വന്നു. മക്കളെ, മുട്ടയെന്ന് വിരിയാത്തവൻ അച്ചോ ഹുയ് എന്ന് വിളിക്കുക കേട്ടോടാ. ഒറ്റ ഹട്ടി വെച്ച് കൊടുക്കണ്ടേ ആനേട്ട്, ഒറ്റ ഹട്ടി അവന് കൊടുക്കണ്ടേ. പക്ഷേ അടിക്കാനൊക്കെ അച്ഛൻ നടത്തം നിർത്തി ഇങ്ങനെ പോന്നു. തിരിച്ച് ബിഷപ്പ് ഹൗസിൽ വന്നിട്ട് ഇവരെല്ലാം കൊണ്ടിരുന്ന് കഞ്ഞി കുടിക്കുമ്പം വല്യച്ഛനടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ വല്യച്ഛനോട് ഈ കൊച്ചച്ഛൻ മഞ്ഞളി അച്ഛൻ പറഞ്ഞ്, എൻ്റെ പൊന്നച്ഛ, ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയപ്പോൾ മുട്ടയെന്ന് വിരിയാത്ത ഒരു ചെറുക്കൻ അച്ചോ ഹൂയ് എന്ന് വിളിക്കുക. എന്നിട്ട് എന്തോ ചെയ്യാൻ ഒറ്റ പെട കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെടയ്ക്കാൻ ഒക്കുവോ? ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ പോന്നു. അപ്പോൾ ഈ കഞ്ഞി കുടിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കേട്ടിട്ട് ഈ പ്രായമുള്ള വല്യച്ഛൻ ചോദിച്ചു, മഞ്ഞളിയെ, താൻ എന്തിനാ ഈ മറൈൻ ഡ്രൈവിൽ പോയേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ചോ കാറ്റ് കൊള്ളാൻ പോയതാ. വല്യച്ഛൻ കുറേ ഗ്യാപ്പൊക്കെ ഇട്ട് കഞ്ഞിയൊക്കെ വലിച്ചു കുടിച്ചിട്ട് പറഞ്ഞു, മഞ്ഞളിയെ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളത്തില്ല, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാം. അപ്പോൾ ഓർത്തോണേ മക്കളെ, നമ്മൾ തനിച്ച് പാർക്കുന്ന ഒരു ജനമാണ്. സെപ്പറേഷൻ. അതിനകത്ത് ഇപ്പോൾ ഇന്നതാണ് അങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ എന്നാലും മനസ്സിനകത്ത് സൂക്ഷിച്ചോണം, ഐ ആം സെപ്പറേറ്റഡ്, ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ടവനാണ്. അപ്പം അത് വേർപാടിനെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുകൾ തട്ടെന്ന് വേദപുസ്തകത്തിൽ എവിടെല്ലാം ഉണ്ടോ അതെല്ലാം എന്തിനെ കാണിക്കുക? പ്രയർ റൂമിനെ കാണിക്കുക, പ്രാർത്ഥനാ മുറിയെ കാണിക്കുക. മുകൾ തട്ടെന്ന് പറയുന്നത് എന്താ?
ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രെയർ റൂം ആണോ? മുകൾ തട്ട്. നമുക്കറിയാം ദൈവം ഇറങ്ങുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു മുകൾ തട്ട്, മാളിക മുറി എന്ന് പറയുന്നത് പലപ്പോഴും പത്രോസ് പോലും പിന്നെ വെൺമാടത്തിൽ കയറി എന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ? അതൊരു പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രളയമാണ് വരുന്നത്. എൻ്റെ പൊന്നെ, എന്തോ വരിക? പ്രളയം വരിക. ചില്ലറ പ്രളയമാണോ? ഈ പ്രളയം ഒരു രസമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് റാന്നിക്കാർക്ക് പ്രളയം ഒരു രസമായിരുന്നു. എന്തോ ഒരു രസമാണ് പ്രളയം വന്നാൽ ഉടനെ പിണ്ടിച്ചങ്ങാട് ഇറക്കും, അതിൻ്റെ പുറത്തൂടെ കയറി കിടക്കും, ആൾക്കാർ സാധനം മാറ്റും, പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കും, കപ്പയും മീനും വേവിക്കും. എന്തോ രസമായിരുന്നു പ്രളയം രസമല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് 2018. പ്രളയം രസമല്ലെന്ന് മനസ്സിലായി അന്നേരം. കാരണം ഞാൻ വെളുപ്പിനെ 3 മണിക്ക് ടൗണിൽ നിൽക്കുക, വെള്ളം കയറി വരിക, കൈവിട്ട പോക്ക. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളന്ന് അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ പാസ്റ്റർ പറഞ്ഞു, പ്രിൻസെ വിട്ടോ, പിള്ളേരെ കൊണ്ടാക്കിക്കോ, നീ ഏതുവഴിയെങ്കിലുമൊക്കെ നീന്തി കയറിപ്പോവും. എനിക്ക് ഒരുമാതിരി നീന്താം, പക്ഷേ ഇപ്പോൾ ഒത്തിരിനാളായെങ്കിലും നീന്താം. പക്ഷെ പിള്ളേരെന്തോ ചെയ്യും? ഞാൻ തിരിച്ച് വന്ന് പത്തനംതിട്ട വഴി കറങ്ങി വന്ന് വീട്ടിലാക്കിയിട്ട് തിരിച്ച് എന്ന് ഇറങ്ങിയപ്പോഴത്തേന് എന്നോട് ആൾക്കാർ പറഞ്ഞ് തിരിച്ച് കയറാൻ. കാരണം എൻ്റെ കഴുത്തറ്റം വെള്ളമായപ്പം കാല് പതറി. അത്ര വെള്ളം ഇങ്ങനെ വരികയാണ്, പ്രളയം. അപ്പോൾ ഈ വെളുപ്പിനെ 3 മണിക്ക് ഞാൻ എൻ്റെ ഒരു പാസ്റ്ററെ വിളിച്ചത് പറഞ്ഞു, അച്ചായോ വെള്ളം വരവാ, കൈവിട്ട പോക്കാൻ തോന്നും, പുറകിലൊന്ന് നോക്കി, അവിടെ വെള്ളം കയറുമോ? ഓ നീ ചുമ്മാ ഇവിടെങ്ങും വെള്ളമെന്ന് പറയുന്ന സാധനം വരുന്നിട്ടേ ഇല്ലേ അച്ഛാ ഒന്ന് നോക്കച്ച, ചുമ്മാ അച്ഛാ ഒന്ന് നോക്ക്. അച്ഛാ നോക്കിയപ്പം സിറ്റ് ഔട്ടിലോട്ട് കയറുക. ചേച്ചിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. ചേച്ചി അവിടെ നിന്നുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ച് പോരാടി, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അതിരിട്ട് ഗ്ലോറി എവിടെ കേൾക്കാനാ? വെള്ളം പെരയ്ക്കകത്ത് കയറിയപ്പോൾ ഇവരിതെല്ലാം കൂടെ പറക്കി മേളിൽ റൂഫ് ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടിട്ട് ആ റൂഫിൻ്റെ അവിടെ സാധനം എല്ലാം കൊണ്ടിട്ടിട്ട് മേളിക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പം റൂഫേ കയറി. റൂഫേലോട്ട് വെള്ളം കയറിയപ്പം ചേച്ചി ഒരു ചോക്കെടുത്ത് അങ്ങോട്ട് വരച്ച് അതിരിട്ട് ഞാൻ പുള്ളിക്കാരത്തി അങ്ങനെ വൈബ്രേഷനൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എവിടെ കേൾക്കാനാ? വെള്ളം മൊത്തം കയറിക്കഴിഞ്ഞ് എല്ലാ സാധനവും ഒലിച്ചു പോയപ്പോൾ ആൾക്കാർ അവിടുന്ന് വിളിച്ച് പറഞ്ഞ് ചാടിക്കോളാൻ. അങ്ങനെ റൂഫിൻ്റെ മണ്ടയിൽ ചാടി നീന്തി റബ്ബറും കമ്പെ പിടിച്ച് പോകുമ്പോൾ ഈ ചേച്ചി ഉറക്കെ അലച്ചു, എന്നാൽ കർത്താവെ ഇനിയും തോന്നിയതുപോലെ ചെയ്തോളാൻ. കാരണം എല്ലാം പോയി. അതിൻ്റെ പേര് എന്ത്? പ്രളയം. അതല്ലേ പ്രളയം ഇങ്ങനെ വരിക മക്കളെ, ആട്ടിച്ചോലച്ച് ഈ സാധനം കൊണ്ടുപോകത്തില്ലേ? പെട്ടകം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രളയം ഉരുള് പൊട്ടി വരികയല്ലേ, പെട്ടകം കൊണ്ടുപോകത്തില്ലേ? പക്ഷേ ഈ പെട്ടകം പോത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? ഇതിന് മുകൾ തട്ടുണ്ടോ പെട്ടകം അറിയത്തില്ല, പെട്ടകത്തിൽ വെള്ളം കയറത്തില്ല. മുകൾ തട്ട് വേണം. ഞാൻ ഒന്നുകൂടെ കൂട്ടി പറയും, മുകൾ തട്ട് മാത്രം പോരാ, മുകൾ തട്ടി മുഴങ്കാലുണ്ടോ? ഏത് പ്രളയത്തെ നമ്മൾ അതിജീവിക്കാൻ പ്രാർത്ഥിക്കാൻ പോകുക. മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ? ഒന്നും കാണാനില്ലെങ്കിലും അതിനകത്തൂടെ കാണും. അതിൻ്റെ മുകളിലൊരു മഴവില്ല്. ഇന്ന് പകലിൽ മുകൾ തട്ടി കയറണം. വലിയ പ്രളയമാണ് വരുന്നത്. ഇന്ന് കാണുന്ന ലോകം പേടിക്കുന്ന ഒരു പ്രളയം, പ്രത്യേകിച്ച് കേരളം ഭയക്കുന്ന ഒരു പ്രളയം, ഒരു ജനറേഷനെ ഇല്ലാതാക്കാനുള്ള ലഹരിയുടെ പ്രളയങ്ങൾ വരുന്നു. എന്തെല്ലാം പ്രളയങ്ങൾ! ഇതിൻ്റെ നടുവിൽ ദൈവസഭയ്ക്കൊരു റോളുണ്ട്. മുകൾ തട്ടുണ്ടോ? മുഴങ്കാലുണ്ടോ? ഏത് പ്രളയത്തെ നമ്മൾ അതിജീവിക്കും? 2 മിനിറ്റ് നമുക്കൊരു പ്രാർത്ഥിക്കാവുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഒരു ദിവസം പോരാ, എത്രയും നേരം മുകൾ തട്ടി കയറാമോ അത്രയും നേരം മുകൾ തട്ടി കയറണം. ഹല്ലേലൂയ. 18 മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരെ എളിവൻ കണ്ടു. അടുത്തിടയ്ക്ക് എന്നെ ഒരു ഡോക്ടർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസി വന്നൊരു പെൺകുട്ടിയാണ്, ഡോക്ടറാണ്. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കൈവെപ്പ് വേണം. ഞാൻ പേടിച്ചു പോയി. മോളെ എന്തിനാണ്? അവൾ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ അകത്തൊരു അങ്കലാപ്പുണ്ടായി. പാസ്റ്ററെ 6 മണിക്കൂർ ഇപ്പം പ്രാർത്ഥിക്കും, അത് 8 മണിക്കൂറാക്കാൻ പാസ്റ്ററുടെ ഒരു കൃപ വേണം. എന്നെ വല്ലാതെ ഭയപ്പെട്ടു പോയി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, പ്രൊഫഷണൽസ് ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊരു ഭയങ്കര സന്തോഷമാണ്. മുകൾ തട്ട് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരെ 10 മിനിറ്റ് ആക്കണം, 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരെ 20 മിനിറ്റ് ആക്കണം. ഇടയ്ക്ക് രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. കൃപ കിട്ടണം. ഉക്കെങ്കിലൊക്കെ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. കരങ്ങളെ മലർത്തി പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ സന്നിധി മുഴങ്കാലിൽ നിൽക്കുക. ആരെങ്കിലുമൊക്കെ മുട്ടുമടക്കിക്കാൻ നമുക്ക് വലിയ ശക്തിയൊന്നും വേണ്ട. എന്നാൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. ആരെങ്കിലും കാലത്തട്ടി തള്ളിയിടാൻ വലിയ കഴിവ് വേണ്ട. എന്നാൽ
എന്നാൽ അവിടുത്തെ മുമ്പിൽ കവിട് വീഴണമെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായൊരു കൃപ വേണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പകലിൽ എനിക്ക് മുഴങ്കാലും മുകൾ തട്ടും വേണം. പ്രളയത്തെ അതിജീവിക്കണോ? അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് അധികം പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ വേണം. ഈ എളിവനെയും ഏഴയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പലപ്പോഴും അത് സംഭവിക്കാതെ പോകുന്നു എന്നുള്ള ഒരു കുറവ് എന്നെയും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അധികമായി ഓർപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയോ, അധികം മുഴങ്കാലുകളിൽ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ഈ പ്രളയത്തെ ചെറുക്കണോ. ഹല്ലേലൂയ. അകത്തുനിന്ന് പുറത്തു പോകാതെയും പുറത്തുനിന്ന് അകത്ത് കയറാതെയോ പ്രളയം അകത്ത് കയറാതെയോ കീല് തേച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് മുഴങ്കാലുകളിൽ ശക്തി തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള മക്കളുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മക്കൾ അതിന് കഴിയുന്നവർ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് കൃപ തരണേ. കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മലർത്തിപ്പിടിച്ച് ആദരങ്ങളെ ദൈവസന്ധി തുറന്ന് മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. പ്രായമുള്ളവരെല്ലാം അവിടെ തന്നെ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്തു. എന്നാൽ ആരോഗ്യമുള്ള മക്കളൊക്കെ മുഴങ്കാലി ഇരുന്നത് കൊണ്ട് ഒരു ദോഷവും വരത്തില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. മുട്ടുമടക്കുന്നവൻ്റെ മുമ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ശക്തികളും മുട്ടുമടക്കും. ഹല്ലേലൂയ. അവന് മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല പ്രിയരെ, മുട്ടുമടക്കേണ്ടി വരില്ല. പ്രളയം വരിക അതിശക്തമായ അതിശക്തി. ലോകം ഇന്ന് വരെ കാണാത്ത വലിയ പ്രളയമാണ് വരിക. ജലപ്രളയം തന്നെയല്ല, പാപത്തിൻ്റെ പ്രളയത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ, പെട്ടകത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ, പെട്ടകം ഒലഞ്ഞു പോകാതിരിക്കാൻ അധികം പ്രാർത്ഥിക്കുക. യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ കുറച്ചുകൂടെ എല്ലാവരും ഗൗരവമായി കാണുവാൻ കഴിയട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ 1 മിനിറ്റ് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഒരാൾ പോലും വെറുതെ ഇരിക്കാതെ എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദം ഉയർത്തിക്കേ.